ഹൈ ഓൾ, പ്രൊബ്സ്കൈലിൻ്റെ LPST UPST ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. കരിക്കുലത്തെ പ്രധാനമായിട്ട് 3 മേഖലകളാണ് കരിക്കുലം സംബന്ധിച്ച് LPST UPST ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഒന്ന്, NCF 2005. NCF 2005 എന്ന് പറഞ്ഞാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. മറ്റൊരു മേഖല KCF 2007. KCF 2007 എന്ന് പറഞ്ഞാൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007. അതിനെ തുടർന്ന് SCERT അവതരിപ്പിച്ചിരിക്കുന്ന കേരളം സ്കൂൾ പാഠ്യപദ്ധതി 2013 പൊതുസമീപനം. ഈ 3 ക്ലാസ്സുകളാണ് കരിക്കുലം സംബന്ധിച്ച് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ക്ലാസ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005. സ്വതന്ത്ര ഇന്ത്യയിൽ 3 വിദ്യാഭ്യാസ കമ്മീഷനുകളുണ്ടായി. 1948-49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ S. രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ട് അതിനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അറിയപ്പെടും. അതിനുശേഷം 1952-53 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ മദ്രാസ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറായിരുന്നു. അതുകൊണ്ട് ആ കമ്മീഷനെ മുതലിയാർ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടും. അതിനുശേഷം 1964-66 കാലഘട്ടത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരി ആയിരുന്നു. അതുകൊണ്ട് അതിനെ കോത്താരി കമ്മീഷൻ എന്നും അറിയപ്പെടും. ഈ 3 കമ്മീഷനുകൾക്ക് ശേഷം 3 ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 1968 ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപം കൊള്ളുന്നത്. അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ്. ആ നയത്തെ മോഡിഫൈ ചെയ്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവതരിപ്പിച്ചതാണ്. അതിനുശേഷം NEP 2020 നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 1986 അതിൽ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം കൊള്ളാൻ തുടങ്ങുന്നത്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 NCF 2005. ഇതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. NCF 2005-ൻ്റെ ചരിത്ര പശ്ചാത്തലം, അതെങ്ങനെയാണ് രംഗപ്രവേശം ചെയ്തത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ 5 അടിസ്ഥാന തത്വങ്ങളേതെല്ലാം, മൂന്നാമത് പറയുന്നത് 5 അടിസ്ഥാന മേഖലകളുണ്ട്. ഇതിൻ്റെ 5 അടിസ്ഥാന മേഖലകൾ ഏതെല്ലാമാണ്. നാലാമത് പറയാൻ ഉദ്ദേശിക്കുന്നത്
വ്യത്യസ്ത വിഷയങ്ങളോടുള്ള സമീപനം. ഈ 4 കാര്യങ്ങളാണ് NCF 2005 നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കവും രീതിശാസ്ത്രവും നവീകരിക്കുന്നതിലൂടെ ഗുണപരവും കാലോചിതവുമായ മാറ്റങ്ങൾക്ക് പാഠ്യപദ്ധതി നവീകരണം വഴിയൊരുക്കുന്നു. അത്തരം ഒരു മാറ്റമാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അഥവാ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവതരിപ്പിച്ച ഏറ്റവും ബൃഹത്തായിട്ടുള്ള കോംപ്രിഹെൻസീവായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചത്. അപ്പം ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എന്ന് പറഞ്ഞാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്. ഇറ്റ് ഈസ് ആൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ഈസ് ആൻ ഓഫ്ഷൂട്ട് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം 1988, 2000, 2005 എന്നീ വർഷങ്ങളിലാണ് ദേശീയ പാഠ്യപദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. ആ വർഷങ്ങൾ ഓർത്തിരിക്കണം. 1988, 2000, 2005 എന്നീ വർഷങ്ങളിലാണ് ഈ ദേശീയ പാഠ്യപദ്ധതി രൂപം കൊള്ളുന്നത്. മാനവ വികസന മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന്, അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. 1985 കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ റീഡെസിഗ്നേറ്റ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നാക്കി മാറ്റിയത് വിദ്യാഭ്യാസ വകുപ്പിനെ മാനവ വിഭവ വികസന ശേഷി മന്ത്രാലയം എന്ന് നാമകരണം ചെയ്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു 1985. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇപ്പോൾ NEP 2020 MHRDയുടെ പേര് വീണ്ടും മാറ്റി അത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് തന്നെ വരുത്തിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്നതാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നാക്കിയിട്ടുണ്ട്. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 2004 ജൂലൈ 19 NCERT നിലവിലുണ്ടായിരുന്ന ദേശീയ പാഠ്യപദ്ധതി രൂപരേഖ പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പാഠ്യപദ്ധതി, പാഠപുസ്തകം, അധ്യാപന രീതികൾ എന്നീ 3 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും പാഠ്യപദ്ധതി പരിഷ്കരണം രൂപം നൽകിയത്. 1 പഠന പദ്ധതി, 2 പാഠപുസ്തകം, 3 അധ്യാപന രീതികൾ. പഠന പദ്ധതി, പാഠപുസ്തകം, അധ്യാപന രീതികൾ എന്നീ 3 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും പാഠ്യപദ്ധതി കരിക്കുലത്തിന് പരിഷ്കരണം നൽകിയത്. 1993 ഭാരമാകാതെയുള്ള പഠനം, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ ദേശീയ തലത്തിൽ വിദ്യാഭ്യാസത്തെ മോഡിഫൈ ചെയ്യാനായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട്, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ.
ആ റിപ്പോർട്ട് നൽകിയത് UGCയുടെ ചെയർമാനായിരുന്ന പ്രൊഫസർ യശ്പാലായിരുന്നു. ഹി വാസ് ഫോർമർ ചെയർമാൻ ഓഫ് UGCയുടെ മുൻ ചെയർമാനായിരുന്ന പ്രൊഫസർ യശ്പാൽ നൽകിയ വിദ്യാഭ്യാസ റിപ്പോർട്ടിൻ്റെ പേരാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, ഭാരമാകാതെയുള്ള പഠനം. ഇത് പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്നുള്ളതേ ഉള്ളൂ. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ആരുടെ റിപ്പോർട്ടായിരുന്നു? പ്രൊഫസർ യശ്പാൽ. ആരായിരുന്നു പ്രൊഫസർ? നമ്മുടെ ഓരോ ആൻസറും വിൽ ആക്ട് ആസ് എ ട്രിഗർ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് പ്രൊഫസർ യശ്പാൽ? ഹി വാസ് ഫോർമർ ചെയർമാൻ ഓഫ് UGC എന്നാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത് 1993. NCF 2000 പുതുക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി NCERT ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് 2005 പുതിയ പാഠ്യപദ്ധതിയുടെ തുടക്കം അവിടെയാണ് ഉള്ളുന്നത്. ഇതിനായി പ്രൊഫസർ യശ്പാലും ആ 2000 നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് മോഡിഫൈ ചെയ്യാൻ, അതിന് മാറ്റം വരുത്താൻ പ്രൊഫസർ യശ്പാൽ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഹി വാസ് ഫോർമർ ചെയർമാൻ ഓഫ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. അദ്ദേഹം ചെയർമാനും പ്രൊഫസർ MA ഖാദർ, അദ്ദേഹം ഒരു മലയാളിയാണ്. MA ഖാദർ SCERTയുടെ ഡയറക്ടറൊക്കെ ആയിട്ട് പിൽക്കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. MA ഖാദർ സെക്രട്ടറിയുമായി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതിൻ്റെ കീഴിൽ വിവിധ മേഖലകൾക്ക് 21 ഫോക്കസ് ഗ്രൂപ്പുകളും രൂപീകരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐ ഷാൽ റിപ്പീറ്റ്. പ്രൊഫസർ യശ്പാൽ ചെയർമാനും അതേപോലെ തന്നെ പ്രൊഫസർ MA ഖാദർ സെക്രട്ടറിയുമായിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതിൻ്റെ കീഴിൽ 21 മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് 21 വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് 21 ഫോക്കസ് ഗ്രൂപ്പുകളും രൂപീകരിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 5 അടിസ്ഥാന തത്വങ്ങൾ അത് ഏതൊക്കെയാണ്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതിലെ 5 അടിസ്ഥാന തത്വങ്ങൾ, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ 5 അടിസ്ഥാന തത്വങ്ങൾ, 5 അടിസ്ഥാന മേഖലകൾ, വ്യത്യസ്ത വിഷയങ്ങളിലെ സമീപനം. ഈ 4 കാര്യങ്ങളാണ് NCF 2005 കുറിച്ച് അറിയാനുള്ളത് എന്ന് ഞാൻ മുഖക്കുറിപ്പായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഇനി 5 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ അടിസ്ഥാന തത്വം, അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാന NCF 2005 ഒന്നാമത്തെ തത്വം ഇതാണ്. അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കണം. 2, പഠനത്തെ മനപ്പാഠ രീതിയിൽ നിന്ന് മോചിപ്പിക്കണം. മനപ്പാഠ രീതി എന്ന് പറഞ്ഞാൽ റോഡ് ലേണിംഗ്. കുട്ടികളൊക്കെ പുസ്തകത്തിലുള്ളത് മഗപ്പ് ചെയ്ത് അതുപോലെ പരീക്ഷാ പേപ്പറിലേക്ക് ഛർദ്ദിച്ചു വെക്കുന്ന ഒരു പ്രവണതയാണ് നിലനിന്നിരുന്നത്. അത്തരം റോഡ് ലേണിംഗ്, കാണാപ്പാഠം പഠിക്കൽ, മനപ്പാഠമാക്കൽ രീതിയിൽ നിന്ന് പഠനത്തെ മോചിപ്പിക്കണം. 3, പാഠ്യപദ്ധതിയെ പാഠപുസ്തക കേന്ദ്രീകൃതമല്ലാത്തതും കുട്ടികളുടെ സർവതോമുഖവുമായ വികസനത്തിന് ഊന്നൽ നൽകുന്നതുമാകണം. ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ട് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുസ്തകാറ്റ് മസ്തക എന്നുള്ള ഒരു പ്രവണത മാറ്റണം. പുസ്തകത്തിൽ നിന്ന് കുട്ടികളുടെ തലയിലേക്ക് അറിവ് മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് മാറ്റണം. അത് കുട്ടികളുടെ സർവതോമുഖമായ വികസനത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കണം നമ്മുടെ സമീപനം എന്ന് തീരുമാനിക്കപ്പെട്ടു. 4, പരീക്ഷകളെ കൂടുതൽ അയവുള്ളതും ക്ലാസ് റൂം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതുമായി മാറ്റണം. അതായത് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് അങ്ങോട്ട് പാഠപുസ്തകത്തിൽ കൊടുക്കുക, അത് കുട്ടികൾ കാണാൻ പഠിക്കുക, പരീക്ഷയ്ക്ക് എഴുതി വെക്കുക, മാർക്ക് മേടിക്കുക, ജയിക്കുക, ആ ഒരു സമീപനം മാറണം. ഇത് വളരെ അയവുള്ളതാക്കണം.
ഇവാലുവേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. അത് ക്ലാസ് റൂം അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി മാറ്റണം ഇവാലുവേഷൻ എന്ന് തീരുമാനിക്കപ്പെട്ടു. അതാണ് അടിസ്ഥാനപരമായിട്ട് മറ്റൊരു കാര്യം. 5 ജനാധിപത്യ സംവിധാനത്തിന് അനുസൃതമായ ദൃഢമായ വ്യക്തിത്വം കുട്ടികളിൽ വളർത്തണം. അതായത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഈ നാട്ടിലെ ഏതൊരു പൗരനും ഇവിടുത്തെ ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഉത്തമ പൗരനാക്കി മാറ്റത്തക്കവണ്ണം വേണം വിദ്യാഭ്യാസം ക്രമപ്പെടുത്താൻ. ഈ 5 അടിസ്ഥാന തത്വങ്ങളിലാണ് NCF 2005 കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് 5 അധ്യായങ്ങളിലായിട്ടാണ് NCF 2000 ക്രമീകരിച്ചിരിക്കുന്നത്. 5 അധ്യായങ്ങൾ. ഏതൊക്കെയാണ് ഈ 5 അധ്യായങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ അധ്യായം പഠനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടാണ്. പഠനത്തെ സംബന്ധിച്ച് ലേണിങ്ങിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ പഠനവും ജ്ഞാനവും കൺസ്ട്രക്റ്റിവിസത്തിന് ഊന്നൽ നൽകുന്ന ഒരാശയമാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ പാഠ്യപദ്ധതി മേഖലകളും വിലയിരുത്തലും, ഇവാലുവേഷൻ, കരിക്കുലം ആൻഡ് ഇവാലുവേഷൻ, അതിനെപ്പറ്റിയാണ് മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നത്. നാലാമത്തെ ചാപ്റ്റർ സ്കൂളും ക്ലാസ് അന്തരീക്ഷവും. അഞ്ചാമത്തെ ചാപ്റ്റർ ഘടനാപരമായ സ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്, ഘടനാപരമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ. ഈ അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 5 അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണും. പഠനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, പഠനവും ജ്ഞാനവും, പാഠ്യപദ്ധതി മേഖലകളും വിലയിരുത്തലും, സ്കൂളും ക്ലാസ് അന്തരീക്ഷവും, ഘടനാപരമായ മെച്ചപ്പെടുത്തൽ. ഈ 5 അധ്യായങ്ങളിലായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 5 അധ്യായങ്ങളിലായിട്ട്. അത് കഴിഞ്ഞാൽ ഈ 5 അധ്യായങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 5 അധ്യായങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ചർച്ച ചെയ്യുന്ന കാര്യം അവസര സമത്വം, നീതി, സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ നന്മ പരിഗണിക്കൽ, മതനിരപേക്ഷത, മനുഷ്യ മഹത്വത്തെയും അവകാശങ്ങളെയും മാനിക്കൽ തുടങ്ങിയവയോട് പ്രതിബദ്ധതയുള്ള തലമുറയെ വളർത്തിയെടുക്കണം. ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറയുന്ന കാര്യം അവസര സമത്വം, നീതി, സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ നന്മ പരിഗണിക്കൽ, മതനിരപേക്ഷത, മനുഷ്യ മഹത്വത്തെയും അവകാശങ്ങളെയും മാനിക്കൽ തുടങ്ങിയവരോട് പ്രതിബദ്ധതയുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്. NCF 2005 വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ച് 5 ലക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തെ ലക്ഷ്യമാണ് അവസര സമത്വം, നീതി, സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ നന്മ പരിഗണിക്കൽ, മതനിരപേക്ഷത, മനുഷ്യമഹത്വത്തെയും അവകാശങ്ങളെയും മാനിക്കൽ തുടങ്ങിയവയോട് പ്രതിബദ്ധതയുള്ള തലമുറയെ വളർത്തിയെടുക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായ തീരുമാനങ്ങൾ വ്യക്തിഗതമായും കൂട്ടായും എടുക്കുന്നതിനുള്ള കഴിവ് വികസിക്കാനുതകുന്ന സ്വതന്ത്ര ചിന്തയും പ്രവർത്തന സന്ദർഭങ്ങളും ഒരുക്കണം. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂല്യാധിഷ്ഠിതമായ തീരുമാനങ്ങൾ വ്യക്തിഗതമായും കൂട്ടായും എടുക്കുന്നതിനുള്ള കഴിവ് വികസിക്കുന്ന സ്വതന്ത്ര ചിന്തയും പ്രവർത്തന സന്ദർഭങ്ങളും ഒരുക്കണം. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത് ലക്ഷ്യമായിട്ട് പറയുന്നത്, മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലക്ഷ്യം തൊഴിൽ പഠിക്കാനും പഠിച്ചത് തെറ്റെങ്കിൽ മാറ്റിപ്പഠിപ്പിക്കാനുമുള്ള കഴിവുകൾ കുട്ടികളിൽ വളർത്തണം. അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. പഠിക്കാനും പഠിച്ചത് തെറ്റെങ്കിൽ മാറ്റിപ്പഠിപ്പിക്കാനുമുള്ള കഴിവുകൾ കുട്ടികളിൽ വളർത്തണം. ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യം. പഠിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലേണിംഗ് ടു ലേൺ.
ലേണിംഗ് ടു ലേൺ, പഠിച്ചത് തെറ്റെങ്കിൽ മാറ്റി പഠിക്കുക. റീലേൺ. അപ്പോൾ ലേണിംഗ് ടു ലേണിനും റീലേണുമുള്ള കഴിവുകൾ കുട്ടികളിൽ വളർത്തണം. അതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത് എന്താണെന്ന് നോക്കാം. തൊഴിലുമായി ബന്ധിപ്പിച്ച് കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ തൊഴിലെടുക്കാനും സാമ്പത്തിക പ്രക്രിയകൾ ഏർപ്പെടാനും സാമൂഹ്യ മാറ്റങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികളെ പ്രാപ്തനാക്കണം. കുട്ടികളെ അതിന് പ്രാപ്തരാക്കുക. എന്തിന്? തൊഴിലെടുക്കാൻ. അപ്പോൾ നേരത്തെയുള്ള പാഠ്യപദ്ധതി നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വൈകല്യമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലെ ഉയരങ്ങളിലേക്ക് പോകുന്തോറും തൊഴിലിൽ നിന്നും വിദ്യാർത്ഥികൾ അകന്നകന്ന് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടുവരുന്നത്. അതിനൊരു മാറ്റം വരാനാണ് ഈ ഒരു ലക്ഷ്യം ഉൾപ്പെടുത്തിയത്. തൊഴിലെടുക്കാനും സാമ്പത്തിക പ്രക്രിയകളിൽ ഏർപ്പെടാനും സാമൂഹ്യ മാറ്റങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികളെ പ്രാപ്തരാക്കണം. അതാണ് നാലാമത് പറഞ്ഞ ലക്ഷ്യം. ഇനി അഞ്ചാമത്, കുട്ടികളുടെ സർഗാത്മകത വികസിപ്പിക്കാനും സൗന്ദര്യാസ്വാദന ശേഷി വളർത്താനും. രണ്ട് കാര്യങ്ങളാണ്. സർഗാത്മകത, ക്രിയേറ്റിവിറ്റി വികസിപ്പിക്കുക, സൗന്ദര്യാസ്വാദന ശേഷി വളർത്തുക. ഇതാണ് അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഉൽപ്പന്നം മാത്രം ലക്ഷ്യമാക്കുന്ന പഴയ വിദ്യാഭ്യാസ രീതി ഉപേക്ഷിക്കണമെന്നും അതിൻ്റെ സ്ഥാനത്ത് ജ്ഞാനനിർമ്മിതി, അതായത് കൺസ്ട്രക്റ്റിവിസം ഊന്നിയ പുതിയ സമീപനം സ്വീകരിക്കണമെന്നും രേഖ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതുവരെ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പഠനക്രമം മുന്നോട്ട് പോയിരുന്നത്. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്. അത് മാറ്റി പ്രോസസ്സിന് പ്രാധാന്യം നൽകണം, കൺസ്ട്രക്റ്റിവിസത്തിന് ഊന്നൽ നൽകണം. അതുവരെ ബിഹേവിയറിസത്തിന് ഊന്നിയുള്ള പഠനബോധന പ്രക്രിയകളാണ് നടന്നത്. ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JB വാട്സൺ ആണ് അതിൻ്റെ വക്താവ്, അതിൻ്റെ ആചാര്യൻ. ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ പാവ്ലോവ്, ട്രയൽ ആൻഡ് എറർ തിയറി ബൈ തോണ്ടൈക്ക്, റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി ബൈ BF സ്കിന്നർ. ഇതാണ് പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് തിയറീസ്. അതിൽ നിന്ന് മാറണം. അതിൽ നിന്ന് മാറി കൺസ്ട്രക്റ്റിവിസത്തിന് ഊന്നൽ നൽകണം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ജീൻ പിയാഷെ, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് പറയുന്ന പേര്, ജീൻ പിയാഷെ. അത് കഴിഞ്ഞാൽ ഡിസ്കവറി ലേണിംഗ്, ദി പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിലൂടെ ജെറോം എസ് ബ്രൂണർ അവതരിപ്പിച്ചതാണ് ഡിസ്കവറി ലേണിംഗ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു പ്രസിദ്ധനായ റഷ്യൻ ചിന്തകൻ, സൈക്കോളജിസ്റ്റ് ലെവ് വൈഗോസ്കി, അദ്ദേഹം അവതരിപ്പിച്ച പുതിയ സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഈ കൺസ്ട്രക്റ്റിവിസത്തിന് ഊന്നൽ നൽകുന്ന, ജ്ഞാനനിർമ്മിതിവാദത്തിന് ഊന്നൽ നൽകുന്ന ഒരു സമീപനമാണ് പുതിയ ഈ ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 മുന്നോട്ട് വെക്കുന്നത്. ജ്ഞാനനിർമ്മിതിയിൽ ഊന്നിയ പുതിയ സമീപനം സ്വീകരിക്കണമെന്ന് രേഖ അർത്ഥശങ്കയ്ക്കിടമില്ലാതെ വ്യക്തമാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ, 2005 NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഊന്നൽ നൽകിയത് ഏത് സമീപനത്തിലാണ്? കൺസ്ട്രക്റ്റിവിസത്തിനാണ് ഊന്നൽ നൽകിയത്. തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണയത്തെ ഒരു സമീപനമായി മുന്നോട്ട് വയ്ക്കാനും ഗ്രേഡിംഗ് നടപ്പിലാക്കാനും ഈ രേഖ വഴിമരുന്നിട്ടു. മൂല്യനിർണയത്തെ ഒരു സമീപനമായി മുന്നോട്ട് വെക്കാനും ഗ്രേഡിംഗ്, അതാണ് വളരെ ഗ്രേഡിംഗ് സിസ്റ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്നു. ഗ്രേഡിംഗ് സിസ്റ്റം, ഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഉള്ള ഗ്രേഡിംഗ് സിസ്റ്റം വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ഈ രേഖ വഴിമരുന്നിട്ടു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ആണ് ഇവാലുവേഷൻ. പണ്ടൊക്കെ ഞാനൊക്കെ MA പഠിക്കുന്ന കാലത്ത്
2 വർഷമായിരുന്നു PGയുടെ കോഴ്സിൻ്റെ ദൈർഘ്യം. അതിൽ ആദ്യത്തെ വർഷം പരീക്ഷയേ ഇല്ല. അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ. അതിപ്പം മാറി. പിന്നീട് അത് സെമസ്റ്റർ സിസ്റ്റമാക്കി. ഓരോ സെമസ്റ്ററിൻ്റെയും അന്ത്യത്തിൽ പരീക്ഷ നടത്താൻ തുടങ്ങി. മാത്രമല്ല, ഈ മാർക്കിംഗ് സിസ്റ്റമാണ് അന്ന് നിലനിന്നിരുന്നത്. മാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 100 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് 3 മണിക്കൂർ കൊണ്ട് പരീക്ഷ നടത്തുക. അത് മാറി ഗ്രേഡിംഗ് സിസ്റ്റമാക്കി. വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിന് ഈ പദ്ധതി വഴിമരുന്നിട്ടു. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാനത്ത് ഗ്രേഡിംഗ് സിസ്റ്റം വന്നു. ഞാൻ നേരത്തെ തൊട്ടു മുമ്പേ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ടതാണ്. ബിഹേവിയറിസത്തിൻ്റെ സ്ഥാനത്ത് കൺസ്ട്രക്റ്റിവിസം വന്നു. മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാനത്ത് ഗ്രേഡിംഗ് സിസ്റ്റം വന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാഷാ പഠനം, ശാസ്ത്ര വിഷയങ്ങൾ, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, മറ്റ് പ്രധാന മേഖലകൾ. ഈ 5 വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെയായിരിക്കണം സമീപനം, വിഷയത്തിൽ ഭാഷാ പഠനത്തിൽ എന്തായിരിക്കണം സമീപനം, ശാസ്ത്ര വിഷയങ്ങളിൽ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, സാമൂഹ്യശാസ്ത്രത്തിൽ എന്ത് സമീപനം വേണം, ഗണിതശാസ്ത്രത്തിൽ എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കണം, മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പഠനം, കലാപഠനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം 5 കാര്യങ്ങൾ, 5 വ്യത്യസ്ത മേഖലകൾ. ഒന്ന് ഭാഷാ പഠനത്തിന് എന്താ 3 ലാംഗ്വേജ് ഫോർമുല, 3 ഭാഷാ സമവാക്യം, 3 ലാംഗ്വേജ് ഫോർമുല. എന്താ ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറഞ്ഞാൽ? ആദ്യ ഭാഷ മാതൃഭാഷയായിട്ട് പഠിക്കണം. ആദ്യം പഠിപ്പിക്കുന്നത് മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. 2ാമത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ നാഷണൽ ലാംഗ്വേജ് അഥവാ ഹിന്ദി. 3ാമത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം മാതൃഭാഷ, ദേശീയ ഭാഷ, അന്തർദേശീയ ഭാഷ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഈ 3 ഭാഷകളും കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് 3 ലാംഗ്വേജ് ഫോർമുല. ഭാഷാ പഠന കാര്യത്തിൽ NCF നിർദ്ദേശിച്ച 3 ലാംഗ്വേജ് ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ മാതൃഭാഷയായ മലയാളം, ദേശഭാഷയായ ഹിന്ദി, അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ്. ഇത് 3മാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ശാസ്ത്ര വിഷയങ്ങളിൽ സമീപിക്കേണ്ട നയം എന്താണ്? ജ്ഞാനപരമായ സാധുത, പ്രക്രിയാപരമായ സാധുത, ചരിത്രപരമായ സാധുത, പാരിസ്ഥിതിക സാധുത, നൈതിക സാധുത. ഈ 5 വാലിഡിറ്റി, ഈ 5 കാര്യങ്ങൾക്കും ഊന്നൽ നൽകണം ചരിത്ര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. അടുത്ത സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ്. പണ്ട് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു. സോഷ്യൽ സ്റ്റഡീസും സോഷ്യൽ സയൻസുമായിട്ട് എന്താ വ്യത്യാസം? സോഷ്യൽ സ്റ്റഡീസിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സമീപനത്തിനാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രശ്നങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും വഴി നൽകുക. പൗരധർമ്മത്തെ രാഷ്ട്രതന്ത്ര പഠനമായി കാണുന്നു. സ്ത്രീപക്ഷ കാഴ്ചപ്പാട്, മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം, ദേശീയ കാഴ്ചപ്പാടുകളെ തദ്ദേശീയ കാഴ്ചപ്പാടുകളുമായും പ്രാദേശിക സംഭവങ്ങളെ ലോക സംഭവങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനം വേണം സാമൂഹ്യശാസ്ത്ര ബോധനത്തിൽ സ്വീകരിക്കാൻ. അടുത്ത ഗണിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഗണിതശാസ്ത്രത്തിൻ്റെ ബോധനം, ഗണിതവൽക്കരണം ലക്ഷ്യമിടണം. ഗണിതം ആസ്വദിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബർഡനായിട്ട് മാറാറുണ്ട് പലപ്പോഴും ഈ ഗണിതശാസ്ത്രത്തിൻ്റെ പഠനം. അത് പാടില്ല. ഗണിതം ആസ്വദിക്കണം, ആത്മവിശ്വാസം ജനിക്കണം. ഗണിതത്തെ വർത്തമാനം പറയാനും
ആശയവിനിമയം നടത്താനും ഒന്നിച്ച് പണിയെടുക്കാനുമുള്ള വിഷയമാക്കി കാണണം. എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുന്നതിലൂടെയും ഒന്നിച്ച് പണിയെടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വേണം ദൈനംദിന ജീവിത സാഹചര്യങ്ങളുമായിട്ടും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തി വേണം ഗണിതം പഠിപ്പിക്കാൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റ് വിഷയങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം. ഗണിതം ഒരു ഐസൊലേറ്റഡ് സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കാൻ പാടില്ല. മറ്റ് വിഷയങ്ങളുമായിട്ടൊക്കെ അതിനെ ബന്ധപ്പെടുത്തി വേണം പഠിപ്പിക്കാൻ. ഈ 4 കാര്യങ്ങൾ, അതായത് ഭാഷാപഠനം, ശാസ്ത്രവിഷയങ്ങൾ, സാമൂഹ്യശാസ്ത്രം, ഗണിതബോധനം കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചും 5ാമത് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ? 1 കമ്പ്യൂട്ടർ പഠനം, 2 കലാപഠനം, 3 ആരോഗ്യ കായിക വിദ്യാഭ്യാസം, 4 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 5 സമാധാനത്തിലുള്ള വിദ്യാഭ്യാസം. ഇത് 5ഉം വളരെ പ്രധാനപ്പെട്ട മറ്റ് പ്രധാന മേഖലകൾ. അതായത് ഭാഷാപഠനം, അത് കഴിഞ്ഞാൽ ഭാഷാപഠനം കഴിഞ്ഞ് ശാസ്ത്രപഠനം, സാമൂഹ്യശാസ്ത്ര പഠനം, ഗണിതശാസ്ത്ര വിദ്യാഭ്യാസം പഠനം. ഈ 4 മേഖലകൾ കഴിഞ്ഞാൽ മറ്റ് എംഫസിസ് നൽകുന്ന മേഖലകൾ കമ്പ്യൂട്ടർ പഠനം, കലാപഠനം, ആരോഗ്യ കായിക പഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. ഈ 5 പ്രധാന മേഖലകളെക്കുറിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് ആണ് NCF 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കി. ഇതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്, ഒരു ഉപോൽപ്പന്നമാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. അതിൻ്റെ 5 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, 5 അടിസ്ഥാന മേഖലകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് വ്യത്യസ്ത വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് NCF 2005 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ക്ലാസ്സുകളെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻ്റർവ്യൂവിനെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി ലഭ്യമാകുന്നതാണ്.